നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അലി റളിയല്ലാഹു അൻഹുവിനെ കെട്ടിച്ചയക്കുന്ന സമയത്ത് കൂടെ കൊണ്ടുപോകാൻ എന്തൊക്കെ സാധനങ്ങളായിരുന്നു കൊടുത്തയച്ചത്? അന്നത്തെ മദീനത്തെ കിരീടം വെക്കാത്ത രാജാവിന്റെ മകളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഒരു രാജകുമാരിയെ വിവാഹം ചെയ്തയക്കുന്ന സമയത്ത് രാജാവ് അല്ലെങ്കിൽ പിതാവ് കൊടുത്തയക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് കിതാബുകൾ വന്നിട്ട് നമുക്കത് വായിക്കാം. 1 ഖമീൽ, ഒരു കമ്പിളി പുതപ്പ്. 2 ഖിർബത്ത്, ഒരു തോൽപാത്രം. 3 വവിസാദത്ത് ഉദും, ഒരു തോല് കൊണ്ടുള്ള തലയണ. ഹഷ്വുഹ ഇദ്ഖർ, അതിന്റെ ഉള്ളിൽ നിറച്ചിരുന്നത് ഇദ്ഖർ എന്ന പുല്ലായിരുന്നു. പിന്നെ ചില കിതാബുകളിൽ വരുന്നുണ്ട് ഒരു ആസുകല്ല്, ആട്ടുകല്ല്. ഇത്രയും സാധനങ്ങളായിരുന്നു അഷ്റഫുൽ ഖൽക്ക് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മകളെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് അയക്കുമ്പോൾ കൂടെ കൊടുത്തായിരുന്നു. അതിന്റെ അപ്പുറത്തേക്ക് കൊടുക്കാനൊന്നും കയ്യിലില്ലായിരുന്നു. അത്രയും ലളിതമായിരുന്നു അവരുടെ വിവാഹം. നമ്മുടെയൊക്കെ ചിലരുടെ വിചാരം ആഡംബരങ്ങളും ആർഭാടങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ വിവാഹം ക്ഷേമമാവൂന്ന, അപ്പം മാത്രമേ വൈവാഹിക ജീവിതം സന്തോഷത്തിലാക്കാൻ കഴിയൂന്ന. അങ്ങനെയല്ല. അവരുടെയൊക്കെ വിവാഹം ഇത്രയും ലളിതമായിരുന്നെങ്കിലും 1400 വർഷങ്ങൾക്ക് ശേഷം ഇന്നും അവരവരുടെ ജീവിതം കൊണ്ട് നമ്മൾക്ക് മാതൃകയാവുകയാണ്. നമ്മളൊക്കെ നമ്മുടെ നിക്കാഹിന്റെ സദസ്സുകളിൽ സാധാരണ ദുആ ചെയ്യുന്നത് തന്നെ അല്ലാഹുവേ ഞങ്ങളുടെ ഈ ദമ്പതികളെയും ഫാത്തിമയും അലിയെയും പോലെയുള്ള ദമ്പതികളാക്കി മാറ്റണേ റളിയല്ലാഹു അൻഹു. കാരണം എന്താ? അവരുടെ ജീവിതത്തിൽ വിഭവങ്ങളും ആഡംബരങ്ങളൊക്കെ കുറവായിരുന്നെങ്കിലും അവർ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അവന്റെ കൽപ്പനകളെ പൂർണ്ണമായി പ്രാവർത്തികമാക്കിയപ്പോൾ അള്ളാഹു അവരുടെ ഇടയിൽ യോജിപ്പും പരസ്പരമുള്ള സഹകരണവും ഐക്യവും മഹബത്തും ഒക്കെ നൽകിയിട്ട് അവരുടെ വൈവാഹിക ജീവിതം ഏറ്റവും സുന്ദരമാക്കി കൊടുത്തു. അതല്ലാതെ ആഡംബരങ്ങൾ കൊണ്ടും ആർഭാടങ്ങൾ കൊണ്ടും നമുക്ക് നേടിയെടുക്കാൻ പറ്റിയതല്ല. ഇത് അള്ളാഹു തരേണ്ടതാണ്.